പുരുഷന്മാരെ ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ദയ്യൂസുകളുടെ വർധനവ്. അവനവന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും അഭിമാനത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്തതാണ്. നമ്മുടെ ഹദീസിൽ കാണാം 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതൊരു വിഭാഗത്തെ അവിടെ നിന്ന് ദയ്യൂസ് എന്നാണ്. ദയ്യൂസ് എന്നല്ല, അവന്റെ ഭാര്യയുടെയും അവന്റെ ഉമ്മയുടെയും അവന്റെ സഹോദരിയുടെയും ഒക്കെ കാര്യത്തിൽ, അവളുടെ ചാരിത്രത്തിന്റെ കാര്യത്തിൽ യാതൊരു ഗൈറത്തുമില്ലാത്തവൻ. അതായത് എന്തായാലും ആരോട് സംസാരിച്ച അവനൊരു സോഷ്യൽ മാനാണ്. എന്താ സോഷ്യൽ? എല്ലാവരും സംസാരിക്കും, പുരോഗമനവാദിയാണ്. അള്ളാഹുവിന്റെ റസൂൽ എത്ര വൃത്തികെട്ട പേരാണെന്ന് നൽകിയത് നോക്കൂ. ദയ്യൂസ്, പൗരുഷമില്ലാത്തവൻ. അവരുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുക, വൃത്തികേടുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. അവളുടെ ശബ്ദം, അവളുടെ ഭംഗി മറ്റൊരാൾ കാണുന്നതിൽ ഒരു സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് പെൺമക്കളുടെ കാര്യം വിവാഹം കഴിക്കാൻ ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? ആരെ വലിയ നമ്പർ? പെൺകുട്ടിയുടെ വലിയ ആരാവണം? പുരുഷന്മാരെ ആവാൻ പാടുള്ളൂ. എന്നിട്ട് സ്ത്രീകളെ ഏൽപ്പിക്കാതിരുന്നത് പുരുഷന് ഗൈറത്തുണ്ടാകുമെന്നതുകൊണ്ടാണ്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് പറയപ്പെട്ടത്, പുരുഷന് അവന്റെ മകളുടെ കാര്യത്തിൽ, അവന്റെ പെങ്ങളുടെ കാര്യത്തിൽ, അവന്റെ ഉമ്മയുടെ കാര്യത്തിൽ പുരുഷന് പൊതുവെ ഗൈറത്തുണ്ടാകും. അവർ വേറൊരാൾ മോശമായി നോക്കുന്നതോ കാണുന്നത് അവന് യാതൊരു നിലക്ക് സഹിക്കുകയില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് ഈ കാലഘട്ടത്തിൽ അവനവന്റെ പെങ്ങന്മാരുടെ കാര്യത്തിലും അവനവന്റെ ഉമ്മമാരുടെ കാര്യത്തിലും സഹോദരിമാരുടെ അവന്റെ ഭാര്യന്റെ കാര്യത്തിൽ വരെ ഇന്ന് മുസ്ലിം ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ നമുക്ക് പറയാൻ വരെ പറ്റാത്ത കാര്യമാണ്. ഈ അവസ്ഥയിലേക്ക് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ തകരരുത്, ഇങ്ങനെ നശിച്ചു പോകരുത്. അള്ളാഹു നിങ്ങൾക്കൊരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്, അത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.